എന്താ എന്റെ പൊന്നങ്ങള് ജോലിക്കൊന്നും പോയില്ലേ? നീ എന്നെ മോപ്പിക്കാൻ നിൽക്കാണ്ട് ഓഫീസിൽ പോകേക്ക് പോകണം. ഓ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. മോളെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. അമ്മ വേണ്ട, ഇപ്പൊ തന്നെ സമയം വൈകി, ഞാൻ പുറത്ത് കഴിച്ചോളാം. എന്താന്ന് ജോലിക്കൊന്നും പോണില്ലേ? ഒരാളുടെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി ഒന്ന് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാ. വന്ന് വീട്ടിലിരിക്കാൻ പാടില്ലേ? നിന്റെ യു കെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായി? പേപ്പേഴ്സ് ഒക്കെ റെഡി ആവാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് അവർ പറയുന്നത്. എനിക്കാണെങ്കിൽ മടുത്തു. എങ്കിൽ പിന്നെ നിനക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കായിരുന്നില്ലേ? നാട്ടിലിപ്പോ എന്ത് ജോലി കിട്ടാനാ? ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ പണി, എന്നാ ഒറ്റ പൈസ ശമ്പളവും ഇല്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്താടോ? പല പ്രാവശ്യം ഞാൻ തന്റെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് തന്നെ ഇഷ്ടമാണ്, എനിക്ക് തന്നെ കഴിക്കണം. ഞാൻ പല പ്രാവശ്യം തന്നോട് പറഞ്ഞു തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന്. അതെന്താണ് കാര്യം? എടോ, ഞാൻ അഥവാ ഇഷ്ടപ്പെട്ടാലും എൻ്റെ ഫാമിലി സമ്മതിക്കില്ല. നമ്മൾ രണ്ട് കാസ്റ്റ് അല്ലേ. അതുകൊണ്ട് എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. സോറി. ഞാൻ ഇന്നലെ കുറേ സമയം ആലോചിച്ചു. സത്യത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ ഓർത്തിട്ടാണ്. വീട്ടുകാർ സമ്മതിക്കാതെ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ഇനി എനിക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലടോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അന്ന് തന്നോട് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ റിയലി ഐ ലവ് യു. നീ എന്താ ആലോചിച്ചിരിക്കണ? എനിക്ക് നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്. നീ എന്നെ വഴക്കറിയോ? നീ ആദ്യം കാര്യം പറ. എടീ, അതെ, ഞാനും ശ്രീകുമാർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഇതൊക്കെ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ, അവൻ എപ്പോഴും എന്റെ പിന്നാലെ നടക്കായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു. പിന്നെ ചെറിയൊരു പ്രണയം തോന്നി തുടങ്ങി അവനോട് എനിക്ക്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവനെ കുറിച്ച് വല്ലതും അറിയാം? അവനൊരു പാവടി. വീട്ടിലറിഞ്ഞ പ്രശ്നമാവില്ലേ? ഒരു ഇന്റർകാസ്റ്റ് മാരേജ് അല്ലേ, അവർ സമ്മതിക്കും ഇതിനൊക്കെ? എന്തോ എനിക്കറിയില്ല. എന്തായാലും വരുന്നിട്ട് കാണാം. അന്ന് വരുന്ന ഈവനിങ് ബാഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നാൻസി, ഇന്ന് ആ വൈഫിന് പ്രൊജക്റ്റിന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെച്ചിരിക്കുമ്പോൾ റെഡിയാക്കണം. ക്ലയന്റ് എന്ന് പറയും. ഞാനൊന്ന് അങ്കമാലിയിൽ പോയിട്ട് വരാം. നാൻസി എന്താ വേണമെന്ന് ചെയ്തു കേട്ടോ. ഓക്കെ, ചെയ്യാം സർ. നീ എവിടെ പോയതാ? ഞാൻ ഓഫീസില്. ഏത് ഓഫീസില്? ഏത് ഓഫീസിൽ നിന്നാ? നീ എന്തെങ്ങനെ പറയണത്? നിന്നെ ഒരു ചെറുക്കനെ കൂടി പാർക്കിൽ വെച്ച് കണ്ടു സജി പറഞ്ഞല്ലോ. ഏത് ചെക്കന്റെ കൂടെ? ഏത് പാർക്ക്? നീ എന്താ പോലീസുകാരെ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യണേ? നിന്റെ കൂടെയുള്ള ആ ചെറുക്കൻ ഏതാ നിനക്ക് അറിയാമോ? അവന്റെ സ്വഭാവം എന്താന്ന് നിനക്ക് അറിയാമോ? അവനെ പറ്റി എല്ലാം എനിക്കറിയാം. നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. ഇനി മേലാല് നിന്നെ അവന്റെ കൂടെ കണ്ടുന്നോ എന്തെങ്കിലും ഞാൻ അറിയോ ചെയ്തു കഴിഞ്ഞാ? അതെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇന്ന് മാറി വിടുന്നുണ്ട്. ഇത് വേണോ? നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ശരിക്കും ആലോചിച്ച് നോക്കിയതാ. റിസ്ക് എടുക്കാതെ കാര്യം നടക്കത്തില്ല. ഇന്നിപ്പോ ഞങ്ങൾ പോകേണ്ടത് ശ്രീകുമാറിന്റെ ഹംഗിന്റെ വീട്ടിലേക്കാണ്. നാളെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. ഈ കാര്യം നീ മാത്രം അറിയാൻ പറ്റാതെ അതും പറയരുതട്ടാ. നിന്റെ ആങ്ങളെ ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ? എന്നോട് ചോദിക്കില്ല. നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പോട്ടെ. ഓക്കെ, ശരി.
എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എൻജോയ്. താങ്ക് യു. യുവർ ഡേ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഫ്രഷാണ്, ഞാൻ ഒന്ന് പുറത്തോട്ട്. ഇയാളാരാണ്? ശ്രീകുമാറിന്റെ ഫ്രണ്ടാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടയം കണ്ടിട്ടുണ്ടല്ലോ ആള്. ചെറുപ്പമാണല്ലോ. എന്തിനാ കുറ്റിയിടുന്നത്? പറയാം. താൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? റൂമിൽ നിന്ന് പുറത്തേക്ക് പോയേ. എന്താ കുട്ടി ഇങ്ങനെ ചൂടാകുന്നേ? ശ്രീകുമാർ എന്നോട് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ശ്രീകുമാർ എന്ത് പറഞ്ഞു? കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ. എന്ത് പറഞ്ഞു? കാര്യങ്ങൾ സംസാരിക്കണ്ടേ? എന്ത്? 10,000-15,000 രൂപ എഴുതി എടുത്തേക്കുന്നതാണല്ലേ. 15,000 രൂപ കൊടുത്തു. ഇന്നല്ല വന്നേ, നമുക്ക് എന്തിനാണ് താൻ റൂമിന് പുറത്തേക്ക് പോ. താനും പുറത്തേക്ക് പോയി. താനും പുറത്തേക്ക് പോയി. എന്താ പരിപാടി? നമുക്കൊന്ന് കൂടണ്ടേ? കൂടണ്ടേന്നാ ചെറുതരം മേടിക്കട്ടെ? പറഞ്ഞാ മതി, നമ്മൾ റെഡിയല്ലേ. ആ, നമുക്ക് എവിടെയാണ്? ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. റെഡി, എപ്പോഴേ ഞാൻ റെഡി. ബാബുല്ലേ? പിന്നെ തീർച്ചയായും. മതി മതി മതി, നിങ്ങളുടെ വാക്കാണ് വാക്ക്. നമുക്ക് ഇന്ന് ജോഡിയാക്കാം. അടിപൊളി. നിന്നോട് ആരാ റൂമിൽ പുറത്തിറങ്ങാൻ പറഞ്ഞ? എടാ ചെറ്റേ, തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. നീ അമ്മയും പെങ്ങമാരും വരെ കൂട്ടി കൊടുക്കൂലടാ. നീ അങ്ങനെ ആലോചിച്ച് നോക്കാതെ എന്തെങ്കിലും തീരുമാനം എടുക്കുക. ആലോചിച്ച് നോക്കിയിട്ട് ഒരിത്തും പിടിയില്ലടാ. എനിക്ക് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും വീട്ടിലോട്ട് ചെല്ല്. ഇല്ലടാ, ശരിയാവില്ല. വീട്ടിൽ പോയിട്ട് ഒന്നും പോയില്ല. വീട്ടിലൊന്നും പോയിട്ടില്ല. സാരില്ല, എത്രയൊക്കെയാലും നിന്റെ അമ്മ ഞങ്ങളെയല്ലേ. നീ ശരിയാവില്ലടാ. കാരണം അവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പൊ പിന്നെ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ എന്തായാലും പോയില്ല. നീ എന്തായാലും ഞാൻ പറയുന്ന കേക്ക് നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. ശരി. പ്രേമിച്ച് നടന്നപ്പോ ഇവളോട് ഞാൻ പറഞ്ഞതാ അവൻ ശരിയല്ലാന്ന്. അപ്പൊ അവക്ക് സ്വന്തം ആങ്ങളേനേക്കാളും വലുത് കാമുകനായിരുന്നു. ഇപ്പൊ എന്തായി? നീ ഇവിടെ എങ്ങനെ കുറ്റപ്പെടുത്താതെ, നമ്മുടെ മുഴുവൻ തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയെങ്കിൽ സ്വയം അനുഭവിച്ചോട്ടെ, എനിക്കൊന്നും പറയാനില്ല. ഇവള് കാരണേ നാട്ടിൽ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ നിങ്ങൾക്കൊരു ശല്യാവൂല. എവിടെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. നീ എവിടെ പന മോളെ? എവിടെയെങ്കിലും പോട്ടേനെ. നീ എന്ത് വർത്താനടാ ഈ പറയണേ? ഒന്നുമില്ലെങ്കിലും നിന്റെ പെങ്ങളല്ലേ ഇവള്. അത് അവക്കും കൂടി തോന്നണ്ടേ? വേണ്ടമ്മ, എന്റെ പേരിപ്പോ നിങ്ങൾ ഇനി വഴക്കൂടണ്ട. ഞാൻ വരുത്തി വെച്ചത് ഞാൻ തന്നെ അനുഭവിച്ചോളാം. എടാ, നീ ആ പറഞ്ഞത് ശരിയായില്ല. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സ്വന്തം പെങ്ങളല്ലേ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല കുട്ടി. എല്ലാവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക വേണ്ടത്. വീട്ടുകാരും കൂടി എന്നെ ഉപേക്ഷിച്ചപ്പോ എനിക്ക് മരിക്കാനാ തോന്നി സാർ. എല്ലാം ജോലി പറഞ്ഞിരുന്നു. കഴിഞ്ഞു. നാളെ തന്നെ കമ്പനി ജോയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു സാർ. ആ, എല്ലാം നല്ലത്. ഓക്കെ, പോവാം.